ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ക്ലാസ് 5. അപ്പോൾ നമ്മൾ എംസാറ്റ് അതുപോലെ തന്നെ STSC ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വരുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഈ വീഡിയോയിൽ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് ഈ സിലബസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റാൻഡം ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ പാർട്ടിലുള്ള സർട്ടൻ കണ്ടൻസ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് എംസാറ്റ് അതുപോലെ തന്നെ നമ്മുടെ സയൻസ് ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് എക്സാംസിന് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, എൻവയോൺമെൻറ്റ് അറൗണ്ട് us, അതുപോലെ തന്നെ അവർ ഇൻറ്റേർണൽ ഓർഗൻസ്, കമ്മ്യൂണിറ്റി, ഹെൽത്ത് ആൻഡ് ഹൈജീൻ, ഫോഴ്സ്, വർക്ക് ആൻഡ് എനർജി, സോളാർ സിസ്റ്റം, നാച്ചുറൽ റിസോഴ്സസ്, ഫ്യൂവൽസ് ആൻഡ് എനർജി, ഓൾ അബൌട്ട് ക്രോപ്പ്, ഡിസീസ് ആൻഡ് ഇറ്റ്സ് പ്രിവെൻഷൻ, എവല്യൂഷൻ, എർത്ത് ആൻഡ് സോളാർ സിസ്റ്റം, ലിവിങ് world on earth, agriculture and industries, forest cover of India, natural resource like soil, minerals, അങ്ങനെയുള്ളത്, പിന്നെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. ഇതൊക്കെയാണ് നമ്മൾ റാൻഡം ആയിട്ടുള്ള ടോപ്പിക്സ് ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വരുന്നത്. സോ അതിൽ വരുന്ന സർട്ടൻ പാർട്സ് ആണ് നമ്മൾ സയൻസിൽ വരുന്ന സർട്ടൻ പാർട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നുള്ളത്, ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ. ഇന്ത്യൻ അഗ്രികൾച്ചറിൻ്റെ ഫാദർ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? നമുക്ക് ഓപ്ഷൻ തന്നുള്ളത് MS സ്വാമിനാഥൻ ഉണ്ട്, ഛത്രപതി ശിവജി ഉണ്ട്, അതുപോലെ തന്നെ ആര്യഭട്ടയുണ്ട്, ഡോക്ടർ വർഗീസ് കുര്യൻ ഉണ്ട്. സോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് മറാഠ എംപയറിൻ്റെ ഒരു കിങ് ആയിരുന്നു ഛത്രപതി ശിവജി. അതായത് മറാഠ എംപയർ ഫൗണ്ട് ചെയ്തിട്ടുള്ളത് ഛത്രപതി ശിവജി എന്ന് പറയുന്ന കിങ് ആയിരുന്നു. ഓക്കെ, സോ ആ കിങ് അതുമായിട്ട് റിലേറ്റ് ചെയ്തത്, അതായത് മറാഠ എംപയറുമായിട്ടാണ് റിലേറ്റഡ് ഛത്രപതി ശിവജി എന്ന് പറയുന്നത്. ഇനി ആര്യഭട്ട നമുക്കറിയാം, മാത്തമാറ്റീഷ്യൻ ആയിരുന്നു, നമ്മളുടെ ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. സീറോ കണ്ടെത്തിയതും ആര്യഭട്ടയാണ് നമുക്കറിയാം. സോ അവരാരും ആയിരിക്കില്ല നമ്മൾ അഗ്രികൾച്ചർ റിലേറ്റഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ടാവുക. ഇനി നമുക്ക് അറിയേണ്ട രണ്ട് ആൾക്കാരാണ്, രണ്ട് സയൻറ്റിസ്റ്റുകളാണ്, MS സ്വാമിനാഥനും അതുപോലെ തന്നെ ഡോക്ടർ വർഗീസ് കുര്യൻ എന്ന് പറയുന്നത്. സോ വർഗീസ് കുര്യൻ്റെ മേജർ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ വന്നിട്ടുള്ളത് വൈറ്റ് റെവല്യൂഷൻ ആണ് കേട്ടോ. വൈറ്റ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ, വൈറ്റ് റെവല്യൂഷൻ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടോ? വൈറ്റ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മിൽക്ക് ഇൻഡസ്ട്രി, അതായത് നമ്മൾ പാൽ ഉൽപ്പാദനം കൂട്ടിയിട്ടുള്ളത് വൈറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്ന റെവല്യൂഷൻ വന്നതിന് ശേഷമാണ്. സോ വൈറ്റ് റെവല്യൂഷൻ ഏറ്റവും അതിൻ്റെ ഫൗണ്ടർ അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടിങ് സ്റ്റോൺ ആയിട്ട് നിന്നിട്ടുള്ളത് ഡോക്ടർ വർഗീസ് കുര്യൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആയിരുന്നു. ഇനി MS സ്വാമിനാഥനാണ് ഡിഫറെൻറ്റ് ടൈപ്പ്, അതായത് നമ്മൾ 1960 അതുപോലെ തന്നെ 1970 ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ഇന്ത്യയിലേക്ക് ഡിഫറെൻറ്റ് ഹൈബ്രിഡ് വെറൈറ്റി ഓഫ് വീറ്റ്, റൈസ് ഒക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ അഗ്രികൾച്ചറിൻ്റെ ഒരു മാസ് പ്രൊഡക്ഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് MS സ്വാമിനാഥൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. സോ MS സ്വാമിനാഥനാണ് ഫാദർ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ, അല്ലെങ്കിൽ നമ്മുടെ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയാം. നമ്മൾ പ്ലാന്റ്സ് ആയിട്ടുള്ള വീറ്റ് അതുപോലെ തന്നെ റൈസ്, പാഡി ഒക്കെ വന്നിട്ടുള്ളത്, അതിൻ്റെയൊക്കെ മാസ് പ്രൊഡക്ഷൻ വന്നിട്ടുള്ളത് ആ ഒരു സമയത്തായിരുന്നു. അതുകൊണ്ടാണ് അതിന് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. സോ വൈറ്റ് റെവല്യൂഷൻ്റെ ഫാദറാണ് എന്താ, വർഗീസ് കുര്യൻ എന്ന് പറയുന്നത്. ഗ്രീൻ റെവല്യൂഷൻ്റെ ഫാദർ നമ്മുടെ MS സ്വാമിനാഥനാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ അഗ്രികൾച്ചറിൻ്റെ ഫാദർ എന്ന് പറയുന്നത് MS സ്വാമിനാഥനാണ്. സോ ഓപ്ഷൻ A ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൈറ്റമിൻ ഈസ് എസെൻഷ്യൽ ഫോർ ബ്ലഡ് ക്ലോട്ടിങ്, അതായത് ബ്ലഡ് ക്ലോട്ടിങ്ങിന് എസെൻഷ്യൽ ആയിട്ടുള്ള വൈറ്റമിൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് വൈറ്റമിൻസ് നമ്മുടെ ബോഡിയിലുണ്ട്. നമുക്ക് 6 ടൈപ്പ് വൈറ്റമിൻസ് ഉണ്ട്. വൈറ്റമിൻ A ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റമിൻ B ഉണ്ട്, വൈറ്റമിൻ C ഉണ്ട്, വൈറ്റമിൻ D ഉണ്ട്, വൈറ്റമിൻ E ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റമിൻ K ഉണ്ട്. ഇങ്ങനെ 6 വൈറ്റമിൻസ് ആണ് നമ്മുടെ ബോഡിയിൽ നമുക്ക് കാണാൻ പറ്റുക. ഇതിൽ തന്നെ നമ്മുടെ ബോഡിയിൽ ഫാറ്റിൽ, അതായത് നമ്മുടെ ബോഡീൻ്റെ ഫാറ്റ് പാർട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ സോളിബിൾ ആയിട്ടുള്ള സർട്ടൻ വൈറ്റമിൻസ് ഉണ്ട്. അവരൊക്കെയാണ് നമ്മൾ വൈറ്റമിൻ A, D, E ആൻഡ് K എന്ന് പറയുന്നത്. ഈ 4 വൈറ്റമിൻസും ഫാറ്റിൽ, നമ്മുടെ ബോഡിയിൽ ഫാറ്റിൽ അലിഞ്ഞു ചേരുന്ന വൈറ്റമിൻസ് ആണ്. ഇനി നമ്മുടെ ബോഡിയിൽ വാട്ടർ വന്നു കഴിഞ്ഞാൽ വാട്ടറിൽ അലിയുന്ന 2 വൈറ്റമിൻസ് ഉണ്ട്. അതാണ് വൈറ്റമിൻ Bയും വൈറ്റമിൻ Cയും. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മളെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന 2 വൈറ്റമിൻസ് ആണുള്ളത്. നമ്മളെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 വൈറ്റമിൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മളെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 വൈറ്റമിൻസ്, ഒന്ന് വൈറ്റമിൻ D ആണ്. നമ്മൾ സൺലൈറ്റിന് എക്സ്പോഷർ വരുന്ന സമയത്താണ് വൈറ്റമിൻ D പ്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു വൈറ്റമിനാണ് വൈറ്റമിൻ K എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റൊമക് റീജിയനിൽ സർട്ടൻ ആയിട്ടുള്ള E. coli എന്ന് പറയുന്ന ബാക്ടീരിയകളുണ്ട്. അത് നമുക്ക് അത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ളതല്ല. E. coli എന്ന് പറയുന്ന ആ ബാക്ടീരിയ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻ K എന്ന് പറയുന്ന ആ വൈറ്റമിൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ബ്ലഡിനെ ക്ലോട്ട് ചെയ്യാൻ, അതായത് ബ്ലഡ് കട്ട പിടിക്കാൻ. നമ്മൾ ഒരു മുറിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വൂണ്ട് വന്നിട്ടുണ്ടെങ്കിൽ, രക്തം ഒരുപാട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇഷ്യൂസ് വരും, റൈറ്റ്? നമുക്ക് ഹെമറേജ് എന്ന് പറയുന്ന കണ്ടീഷൻ, അല്ലെങ്കിൽ ബ്ലീഡിങ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ വരും. ആ ഒരു കണ്ടീഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ബ്ലഡ് ഒക്കെ ഒരുപാട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇഷ്യൂസ് വരും, റൈറ്റ്?
സോ ആ ഒരു ഇഷ്യൂ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബ്ലഡിൽ തന്നെ കാണുന്ന അല്ലെങ്കിൽ നമ്മളെ ബ്ലഡിനെ ക്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന നമ്മളെ ബോഡിയിൽ കാണുന്ന ഒരു വൈറ്റമിൻ ആണ് എന്താ, വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. സോ വൈറ്റമിൻ കെ ആയിരിക്കും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരും. സോ വൈറ്റമിൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഇനി വൈറ്റമിൻ എ നമുക്ക് കാഴ്ചശക്തി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കാഴ്ചശക്തി അതായത് നമുക്ക് രാത്രി കാലങ്ങളിൽ നമുക്ക് കാഴ്ചശക്തി ചില ആൾക്കാർക്കൊക്കെ കുറവായിരിക്കും അല്ലേ, ഇത് വൈറ്റമിൻ എന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതാണ്. സോ വൈറ്റമിൻ എന്റെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്, രാത്രി നിശാന്തത നമ്മൾ നൈറ്റിൽ എന്ത് കാണില്ല, കണ്ണ് കാണാത്ത അവസ്ഥ. ഓക്കെ, ഇനി വൈറ്റമിൻ ബിൻ്റെ കേസ് പറയുകയാണെങ്കിൽ വൈറ്റമിൻ ബിൻ്റെ കേസിലും ഒരു ഡെഫിഷ്യൻസി ഡിസീസ് വരുന്നുണ്ട്. ആ ഡെഫിഷ്യൻസി ഡിസീസ് എന്താണെന്ന് ചോദിച്ചാൽ ബെറി എന്നാണ് വിളിക്കുക കേട്ടോ. ബെറി എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ട്. ആ ഡിസീസൊക്കെ ഡെഫിഷ്യൻസി ഡിസീസാണ്. പിന്നെ വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഡിസീസാണ് റിക്കറ്റ്സ്, എല്ല് പൊട്ടിപ്പോകുന്ന അസുഖം അല്ലെങ്കിൽ എല്ല് ബെൻഡ് ആവുന്ന ഒരു അസുഖം. ഇത് കുട്ടികളിലാണ് കൂടുതലായിട്ട് കാണുന്നത് റിക്കറ്റ്സ്. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ ഫ്യൂച്ചറായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്തേക്കാം. നമ്മൾ ബ്ലഡിൽ അല്ലെങ്കിൽ നമ്മളെ ബ്ലഡിനെ ക്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ കെ ആണ്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ജിംനോസ്പേം? അതായത് നേക്കഡ് ആയിട്ടുള്ള സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് നമ്മൾ സർട്ടൺ ആയിട്ടുള്ള ഇപ്പോൾ മാംഗോ നോക്കാം, നമുക്ക് റോസ് നോക്കാം, വീറ്റ് നോക്കാം, ഇതെല്ലാം അതിന് പുറത്തൊരു കവർ ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് ഉണ്ട്. ആ ഫ്രൂട്ടിനകത്താണ് നമുക്ക് സീഡ്സിനെ കാണാൻ പറ്റുക, റൈറ്റ്? അവരെയാണ് നമ്മൾ ആൻജിയോസ്പേംസ് എന്ന് വിളിക്കുക. അതായത് ഒരു ഫ്രൂട്ട് കൊണ്ട് കവേർഡ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട്, അതായത് സീഡ് കവേർഡ് വിത്ത് ഏതർ ഫ്രൂട്ട് കൊണ്ട് കവേർഡ് ഓർ സീഡ് കോട്ട് കൊണ്ട് കവേർഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ ആൻജിയോസ്പേം എന്ന് വിളിക്കുക. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ മാംഗോ, റോസ്, വീറ്റ്. ഇതൊക്കെ ഒരു ഫ്രൂട്ടിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഓവറിക്ക് അകത്തായിരിക്കും നമുക്ക് സീഡിനെ കാണാൻ പറ്റുക. സീഡ് ഈസ് എൻക്ലോസ്ഡ് ഇൻസൈഡ് ദ ഓവർ ആയിരിക്കും ആൻജിയോസ്പേമിൽ കോമൺലി ഉണ്ടാവുക. ബട്ട് ജിംനോസ്പേമിൽ അങ്ങനെയല്ല, സീഡ് എക്സ്പോസ്ഡ് ആയിരിക്കും, പുറത്തേക്കായിരിക്കും ഉണ്ടാവുക. അതിൽ ഫ്രൂട്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല, ഫ്രൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് ആയിരിക്കില്ല അവർ. അപ്പോൾ അതിനുള്ള ഒരു എക്സാമ്പിളാണ് നമ്മൾ പൈൻ മരങ്ങൾ കേട്ടോ. ഇപ്പോൾ നമ്മളെ പൈന്, അതുപോലെ തന്നെ ദേവദാരു, ഇങ്ങനെയുള്ള ഡിയോദര അല്ലേ, ദേവദാരു എന്ന് പറയുന്നത് ഡിയോദരാണ്. പൈന്, അതുപോലെ തന്നെ ഡിയോദര, ഇങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ നമുക്ക്, അതുപോലെ തന്നെ നമ്മളെ സൈക്കസ്, ഈന്ത്, ഇതൊക്കെ ഇങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ നമ്മൾ പറയുന്നത് അവർക്കൊന്നും സീഡ്സ്, എക്സ്പോസ്ഡ് ആയിട്ടുള്ള സീഡ്സ് ആണ് ഉണ്ടാവുക, ഫ്രൂട്ട് ഉണ്ടാവില്ല. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ആൾക്കാരൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ മനസ്സിലാക്കി വെക്കുക. ജനറൽ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മുടെ സണ്ണുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ യൂണിവേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിച്ചുള്ളത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ക്ലോസസ്റ്റ് സ്റ്റാർ ടു എർത്ത് ആഫ്റ്റർ ദ സൺ? സണ്ണ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എർത്തിനോട് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള സ്റ്റാർ ഏതാണെന്നാണ് ചോദിച്ചത്. നമ്മളെ സോളാർ സിസ്റ്റത്തിൽ നമുക്ക് ഒരേ ഒരു സ്റ്റാറേ ഉള്ളൂ, അത് സണ്ണാണ്. സണ്ണല്ലാതെ നമുക്ക് യൂണിവേഴ്സിലെ ഏറ്റവും അടുത്ത് കാണുന്ന സ്റ്റാർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ പേരാണ് പ്രോക്സിമ സെഞ്ചുറി എന്നാണ് ആ ഒരു സ്റ്റാറിൻ്റെ പേര്. അത് എന്തുകൊണ്ടാണ് പ്രോക്സിമ സെഞ്ചുറി എന്ന് പറയുന്ന ആ സ്റ്റാർ ഇത്രയും അടുത്താണ് നമ്മളെങ്ങനെ കണ്ടെത്തി? നമ്മൾ സർട്ടൺ ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകളൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അത് എത്ര ദൂരത്താണ്, ദൂരം നമുക്ക് അളക്കാൻ പറ്റുമോ? സ്കെയിൽ വെച്ച് അളക്കാൻ പറ്റില്ല, റൈറ്റ്? അപ്പം നമ്മൾ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന അതിൻ്റെ ഡിസ്റ്റൻസ് നോക്കിയിട്ടാണ് നമ്മൾ എത്രത്തോളം ഡിസ്റ്റൻസിലാണ് നമ്മൾ അടുത്ത സ്റ്റാറുകൾ, അടുത്ത സെലസ്റ്റിയൽ ബോഡീസൊക്കെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം പ്രോക്സിമ സെഞ്ചുറി എന്ന് പറയുന്നത് 4 ലൈറ്റ് ഇയേഴ്സ്, LY എന്ന് എഴുതിയത് ലൈറ്റ് ഇയേഴ്സ് ആണ് കേട്ടോ. 4 ലൈറ്റ് ഇയേഴ്സ് അപ്പുറത്തുള്ളത്, അതായത് ഒരു വർഷം ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കാൻ, 1 ലൈറ്റ് ഇയർ എന്ന് വിളിക്കുന്നത്. അങ്ങനെ 4 ലൈറ്റ് ഇയർ ഡിസ്റ്റൻസിൽ നമ്മളുടെ എർത്തിൽ നിന്ന് ഡിസ്റ്റൻസിലുള്ള ഒരു സ്റ്റാറാണ് പ്രോക്സിമ സെഞ്ചുറി എന്ന് പറയുന്നത്. പ്രോക്സിമ സെഞ്ചുറിയാണ് സണ്ണല്ലാതെ നമുക്ക് തൊട്ടടുത്ത് കാണുന്ന സ്റ്റാർ എന്ന് പറയുന്നത്. ഈ സ്റ്റാർ ആൽഫ സെഞ്ചുറി എന്ന് പറയുന്ന ഒരു സ്റ്റാർ സിസ്റ്റത്തിനകത്തുള്ള ഒരു സ്റ്റാർ കൂടിയാണ്. അപ്പോൾ ഈ കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്തേക്കാം. ഇനി സിറിയസ്, അതുപോലെ തന്നെ നമ്മളെ വിഗ, അതുപോലെ തന്നെ ബെറ്റിൽഗ്യൂസ്, ഇതൊക്കെ നമ്മൾ പറയുന്നത് മറ്റുള്ള സ്റ്റാറുകളാണ് കേട്ടോ. ഇതൊക്കെ വേറെ വേറെ സ്റ്റാറുകളാണ്. അതിൽ തന്നെ സിറിയസ് എന്ന് പറയുന്നത് ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റാറാണ്, നമുക്ക് ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്റ്റാറാണ്. ബട്ട് അത് എന്താണ്, നമ്മൾ നോക്കുന്ന സമയത്ത് 8 ലൈറ്റ് ഇയേഴ്സ് ദൂരത്തിലാണുള്ളത് കേട്ടോ. 8 ലൈറ്റ് ഇയേഴ്സ്, അതായത് ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് ഒരു വർഷം ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് ലൈറ്റ് ഇയർ. അല്ലാതെ അത് ഒരു ടൈമല്ല കേട്ടോ. ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് ടൈമല്ല.
ലൈറ്റ് ഇയർ 8 ലൈറ്റ് ഇയേഴ്സ് അപ്പുറത്തുള്ള ഒരു സ്റ്റാറാണ്, അത്രയും ഡിസ്റ്റൻസിലുള്ള സ്റ്റാറാണ് സിറിയസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്കൈയിൽ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന സ്റ്റാറും സിറിയസ് ആണ്. ഇനി നമ്മൾ വീഗ, ബെറ്റിൽഗ്യൂസ് എന്നൊക്കെ പറയുന്നത്, നമ്മൾ ബെറ്റിൽഗ്യൂസ് എന്ന് പറയുന്നത് തിരുവാതിരയാണ് കേട്ടോ. തിരുവാതിര, അതുപോലെ തന്നെ നമ്മൾ വീഗ, ഇങ്ങനെയുള്ള സ്റ്റാറുകളൊക്കെ നമുക്ക് ഒരുപാട് ദൂരത്തിനാണ്, ഡിസ്റ്റൻ്റ് ആയിട്ട്. ഇവരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും, എന്നാലും അവർ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റാറുകളാണെന്ന് മനസ്സിലാക്കുക. മോർ ദാൻ 8 ലൈറ്റ് ഇയർ ഒക്കെ അവർക്ക് ഡിസ്റ്റൻസ് ഉണ്ടാവും. സോ നമുക്ക് ഏറ്റവും അടുത്ത് കാണുന്നത് പ്രോക്സിമ സെഞ്ചുറി എന്ന് പറയുന്ന ഈ ഒരു സ്റ്റാർ ആയിരിക്കും നമുക്ക് ഏറ്റവും അടുത്ത് കാണാൻ പറ്റും. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കി നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡർ ഗ്രീൻ ഹൗസ് ഗ്യാസ്? ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഗ്യാസുകളെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയാം. ലൈക്ക് നമ്മളെ ഗ്ലോബൽ വാർമിംഗ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഗ്ലോബൽ വാർമിംഗ് അതായത് എർത്തിൻ്റെ ഹീറ്റ് ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഹീറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് വിളിക്കുക. ആ ഗ്ലോബൽ വാർമിങ്ങിന് കാരണക്കാരനായിട്ട് അല്ലെങ്കിൽ എഫക്റ്റ് കൊണ്ടുവരുന്ന ഗ്യാസുകളെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് വിളിക്കുക. ആ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് വിളിക്കുക. അപ്പോൾ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോള് വഹിക്കുന്ന, അല്ലെങ്കിൽ അതിൽ ഫങ്ഷൻ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്യാസാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസ്. ഈ ഗ്യാസ് എന്താ ചെയ്യുക? നമ്മുടെ സണ്ണിൽ നിന്ന് ഒരുപാട് റേസ് വരുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പം ഇൻഫ്രാറെഡ് റേസ് എന്ന് കേട്ടിട്ടുണ്ടാവും. സണ്ണിൽ നിന്ന് വരുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് റേ ആണ്. അൾട്രാ വയലറ്റ് റേസ് കേട്ടിട്ടുണ്ടാവും, ഇൻഫ്രാറെഡ് റേസ് കേട്ടിട്ടുണ്ടാവും. ഇനി നമ്മൾ കാണുന്ന ലൈറ്റിനെയാണ് നമ്മൾ വിസിബിൾ ലൈറ്റ് റേസ് എന്ന് വിളിക്കുക. അപ്പം വിസിബിൾ ആയിട്ടുള്ള ലൈറ്റ് ഉണ്ട്, ഇൻഫ്രാറെഡ് റേസ് ഉണ്ട്, എക്സ് റേസ് ഉണ്ട്, ഗാമ റേസ് ഉണ്ട്, യു വി റേസ് അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് റേസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ലൈറ്റ് റേസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ എർത്തിലേക്ക് വരുന്നുണ്ട്. സണ്ണിൽ നിന്ന് ഡിഫറെൻറ്റ് റേസ് ആയിട്ടാണ് അവർ വരുന്നത്. അപ്പം ആ ഒരു ഇൻഫ്രാറെഡ് അല്ലെങ്കിൽ IR എന്നാണ് നമ്മൾ സ്മോളർ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ അബ്രിവേറ്റ് ചെയ്തിട്ട് നമ്മൾ വിളിക്കാറുള്ളത് IR എന്നാണ്. ആ IR റേസ് നമ്മളുടെ എർത്തിലേക്ക് വരുന്ന സമയത്ത് അതിനെന്ത് ചെയ്യും? ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് എന്ത് ചെയ്യും? അവർ അബ്സോർബ് ചെയ്ത് വെക്കും. ഈ ഇൻഫ്രാറെഡിനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലൊക്കെ ഹീറ്റ് കൂടും. ഹീറ്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇഷ്യൂസ് വരും. നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, ഒരു റീജിയണിലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ്, അതായത് അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് വിളിക്കുന്നത്. അതിന് കാരണക്കാരനായിട്ടുള്ള ഗ്യാസുകളെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് വിളിക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല, നമുക്ക് സെർട്ടൺ ആയിട്ടുള്ള ഗ്യാസുകളുണ്ട്. ലൈക്ക് നമ്മളെ വാട്ടർ വേപ്പറും നമ്മളുടെ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഒരു ആളാണ്. അതുപോലെ തന്നെ ക്ലോറോ ഫ്ലൂറോ കാർബൺസ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, ഓർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും CFC എന്ന് കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഫ്രീയോൺസ് ഉണ്ട്. ഫ്രീയോൺസ് എന്ന് പറയുന്നത് നമ്മൾ റെഫ്രിജറേറ്ററിൻ്റെ അകത്ത് റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഫ്രീയോൺസ് എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് എന്താണ്? അതൊക്കെ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഗ്യാസുകളാണെന്ന് മനസ്സിലാക്കുക. ഈ ടൈപ്പ് ഓഫ് ഗ്യാസസിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് വിളിക്കുക. ലൈക്ക് നമ്മളെ മീതെയിനൊക്കെ അതിൽ വരുന്നുണ്ട് കേട്ടോ. മീതെയിൻ ഒക്കെ നമുക്ക് സെർട്ടൺ എമൗണ്ടിലാണെങ്കിലും സിഗ്നിഫിക്കൻ്റ് അല്ലെങ്കിലും സെർട്ടൺ എമൗണ്ടിൽ എന്തുണ്ട്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നുള്ളത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്ട് ഓഫ് ദ സൺ ഈസ് വിസിബിൾ ടു ഹ്യൂമൻസ്? ഹ്യൂമൻസിന് സണ്ണിൻ്റെ ഏത് പാർട്ടാണ് വിസിബിൾ ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫോട്ടോസ്ഫിയർ ഉണ്ട്, കൊറോണ ഉണ്ട്, അതുപോലെ തന്നെ ക്രോമോസ്ഫിയർ ഉണ്ട്, അതുപോലെ തന്നെ കോർ ഉണ്ട്. അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഫോട്ടോസ്ഫിയർ ആണെന്ത്? ഏറ്റവും ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സണ്ണിൻ്റെ പാർട്ട്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിസിബിൾ ആവുന്ന പാർട്ടും. ഓക്കെ, സോ ഹ്യൂമൻസിന് നമ്മൾ നോക്കുന്ന സണ്ണിലേക്കൊക്കെ നമുക്ക് നോക്കാൻ പറ്റില്ല, അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റാണ് അവിടെ നിന്ന് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി നോക്കാൻ പറ്റില്ല. ഡയറക്റ്റ്ലി നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഡിഫിക്കൽറ്റി ഒക്കെ ഉണ്ട്. എന്നാലും നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നത് ഫോട്ടോസ്ഫിയർ എന്ന് പറയുന്ന സണ്ണിൻ്റെ ഏറ്റവും വിസിബിൾ, അതായത് ലൈറ്റിന് ഏറ്റവും എമിറ്റ് ചെയ്യുന്ന പാർട്ടാണ് നമുക്ക് വിസിബിൾ ആവുന്നത്. ഇനി കൊറോണ, ക്രോമോസ്ഫിയർ എന്നൊക്കെ പറയുന്നത് നമ്മൾ ടോട്ടൽ സോളാർ എക്ലിപ്സ് നടക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന അവിടെ ഒരു ഫെയിൻ്റ് ആയിട്ടുള്ള കളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ലെയറാണ്. അതായത് സണ്ണിൻ്റെ ലേയേഴ്സാണ് ഇതൊക്കെ കേട്ടോ. സണ്ണിൻ്റെ ലേയേഴ്സാണ് ഇതൊക്കെ. അതിൽ ഫോട്ടോസ്ഫിയർ എന്ന് പറയുന്ന ആ ലെയറാണ് ഏറ്റവും കൂടുതൽ ലൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വിസിബിൾ ലൈറ്റ് നമ്മളുടെ അടുത്തേക്ക് വരുന്നതും നമ്മൾ കാണുന്നതൊക്കെ. അപ്പം ഫോട്ടോസ്ഫിയർ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുക. ഇനി കൊറോണ, ക്രോമോസ്ഫിയർ എന്ന് പറയുന്നത് അതിൻ്റെ ഔട്ടർ ലെയറിൽ തന്നെ കാണുന്ന ഡിഫറെൻറ്റ് ലെയറാണ്. എന്നാലും അത് നമുക്ക് ടോട്ടൽ സോളാർ എക്ലിപ്സ്, അതായത് സൂര്യഗ്രഹണത്തിൻ്റെ സമയത്ത് മാത്രമാണ് എന്ത് ചെയ്യുക? സൂര്യഗ്രഹണത്തിൽ ടോട്ടൽ സോളാർ എക്ലിപ്സ്, അതായത് കംപ്ലീറ്റ്ലി നമ്മളെ സണ്ണിൻ്റെയും നമ്മളെയും ഇടയിലുള്ള സ്പേസ് 3 ഒക്യുപ്പൈ ചെയ്യുന്ന ഡേനെയാണ് നമ്മൾ ടോട്ടൽ സോളാർ എക്ലിപ്സ് എന്ന് വിളിക്കുക. ആ ഡേ നമുക്ക് ഒരു ഹാലോ പോലെ നമുക്കില്ലേ, ഒരു 3 ഇവിടെ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ടാവും. അതിന് ചുറ്റും നമുക്ക് കാണുന്ന ഒരു
വളയം പോലെ അല്ലേ, നമുക്കൊരു സർക്കിൾ പോലെയാണ് കാണാൻ പറ്റുന്നത്. ആ സർക്കിള് നമ്മൾ കാണുന്നത് ഈ ഒരു 2 ലേയേഴ്സ് ആയിരിക്കും. കൊറോണ അതുപോലെ തന്നെ ക്രോമോസ്ഫിയർ എന്ന് പറയുന്ന ഈ 2 ലേയേഴ്സ് ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ലൈറ്റ് കുറച്ചും കൂടി ഫെയിൻറ്ററാണ്. നമ്മൾ ബ്രൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റ് അല്ല, ഫോട്ടോസ്ഫിയറിനെ പോലെയുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റ് അല്ല അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഫെയിൻറ്റർ ആയിട്ടുള്ള ഒരു ലൈറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു ബ്രൈറ്റ് ലൈറ്റിൽ നമുക്ക് കാണാൻ പറ്റാത്തതാണ്. എപ്പോഴും ഉണ്ട് കേട്ടോ, എപ്പോഴും ഉണ്ട്, ബട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ടോട്ടൽ സോളാർ എക്ലിപ്സ് നടക്കുന്ന സമയത്താണ്. ഇനി നമുക്ക് ഏർത്തിനൊരു കോർ ഉണ്ട് അല്ലേ, ഏർത്തിനൊരു ഇന്നർ കോർ ഉണ്ട്. ഏർത്തിൻ്റെ അകത്ത് മാഗ്മ എന്നൊക്കെ പറയുന്ന ലിക്വിഡ് അല്ലെങ്കിൽ നമുക്ക് മോൾട്ടൺ ആയിട്ടുള്ള സ്റ്റേറ്റിലുള്ള മെറ്റൽസ് ഒക്കെ മോൾട്ടൺ സ്റ്റേറ്റിൽ കാണുന്ന ഒരു റീജിയൻ ഉണ്ട്, അതിനാണ് നമ്മൾ കോർ എന്ന് വിളിക്കുക. അതേപോലെ തന്നെ സണ്ണിൻ്റെ ഇന്നർ സൈഡിനെയാണ് ഇന്നർ കോർ അല്ലെങ്കിൽ കോർ എന്ന് പറയുന്ന പാർട്ടായിട്ട് വിളിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ഡൗൺ ചെയ്ത ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസിന് നമുക്ക് തീർച്ചയായിട്ടും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഫോട്ടോസ്ഫിയർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സണ്ണിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഏറ്റവും കൂടുതൽ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൻ്റെ ലെയർ അല്ലാതെ വരുന്നത് ഏതാണ്? എക്സോസ്ഫിയർ ആണോ, ലിത്തോസ്ഫിയർ ആണോ, മീസോസ്ഫിയർ ആണോ, ട്രോപ്പോസ്ഫിയർ ആണെന്നാണ്. അപ്പോൾ നിങ്ങൾ അറ്റ്മോസ്ഫിയറിൻ്റെ ഡിഫറെൻറ്റ് ലേയേഴ്സിനെ കുറിച്ച് പഠിക്കണം. അപ്പം ആദ്യത്തെ ലെയർ, ഏറ്റവും താഴെയുള്ള ലെയറാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന ലെയർ. അത് കഴിഞ്ഞിട്ട് അതിന് മുകളിൽ വരുന്നതാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന ലെയർ. ഈ സ്ട്രാറ്റോസ്ഫിയർ ലെയറിലാണ് നമുക്ക് ഓസോൺ ലെയറൊക്കെ കാണാൻ പറ്റും അല്ലേ, അല്ലെങ്കിൽ ഓസോണിൻ്റെ ആ ഒരു ഓസോൺ റീജിയനൊക്കെ നമുക്ക് കാണാൻ പറ്റുക നമുക്ക് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന റീജിയനിലാണ്. ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ. ഇനി നമുക്ക് മിഡിൽ കാണുന്ന ഒരു ലെയറാണ്, അറ്റ്മോസ്ഫിയറിൻ്റെ ലെയറാണ് മീസോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി അതിന് മുകളിൽ ഏറ്റവും ഹീറ്റർ ആയിട്ടുള്ള പാർട്ടായിട്ടുള്ള തെർമോസ്ഫിയർ ആണ് അതിന് മുകളിൽ കാണാം. അതിന് മുകളിലാണ് എന്താ നമുക്ക് എക്സോസ്ഫിയർ എന്ന് പറയുന്ന ഒരു പാർട്ട് കാണാൻ പറ്റും കേട്ടോ. എക്സോസ്ഫിയർ അതായത് സ്പേസിനോട് ഏറ്റവും അടുത്ത് കാണുന്ന നമ്മൾ അറ്റ്മോസ്ഫിയറിൻ്റെ ലെയറിനെയാണ് നമ്മൾ എക്സോസ്ഫിയർ എന്ന് പറയുക. ആ എക്സോസ്ഫിയർ ആണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സോസ്ഫിയർ പറഞ്ഞു, തെർമോസ്ഫിയർ പറഞ്ഞു, മീസോസ്ഫിയർ പറഞ്ഞു, സ്ട്രാറ്റോസ്ഫിയർ പറഞ്ഞു, ട്രോപ്പോസ്ഫിയർ പറഞ്ഞു. അപ്പോൾ നമുക്ക് എക്സോസ്ഫിയർ ഉണ്ട്, അറ്റ്മോസ്ഫിയറിൻ്റെ പാർട്ടാണ്. സോ ഈ ഒരു ഓപ്ഷൻ വരില്ല. നമ്മൾ മീസോസ്ഫിയർ പറഞ്ഞു, മീസോസ്ഫിയറും അറ്റ്മോസ്ഫിയറിൻ്റെ പാർട്ടാണ്. സോ ഓപ്ഷൻ വരില്ല. ട്രോപ്പോസ്ഫിയറും നമ്മൾ പറഞ്ഞു, ട്രോപ്പോസ്ഫിയർ നമ്മൾ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൻ്റെ പാർട്ടാണ് അല്ലെങ്കിൽ ലെയറാണ്. ഇനി ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ലാർജ് റോക്ക് പാർട്ടിക്കിൾസ്, അതായത് നമ്മൾ എർത്തിൻ്റെ ലാർജ് റോക്ക് പാർട്ടിക്കിൾസ് കാണുന്ന ഏരിയനാണ് നമ്മൾ എന്ത് വിളിക്കുക, നമ്മൾ ലാർജ് റോക്കി സർഫസിനെയാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. റോക്കി, അതുപോലെ തന്നെ റോക്സുകൾ, മൗണ്ടെയിൻസുകൾ, ഇതൊക്കെ ചേർന്നിട്ടുള്ള ആ ഒരു നമുക്ക് എർത്തിൻ്റെ ആ ഒരു സർഫസിനെയാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. വാട്ടർ കാണുന്ന എർത്തിൻ്റെ സർഫസിനെ നമ്മൾ ഹൈഡ്രോസ്ഫിയർ എന്ന് വിളിക്കും. അപ്പോൾ ഈ ലെയേഴ്സൊക്കെ എന്ത് ചെയ്യാൻ നമ്മൾ പഠിച്ചു വെക്കുക. സോ ലിത്തോസ്ഫിയർ ആണ് ഇതിൽ കറക്റ്റായിട്ട് നമ്മൾ ആൻസർ ആയിട്ട് വരിക. സോ ഓപ്ഷൻ ബി ആണ് എന്താ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, വിച്ച് ഓർഗൻ ഫിൽട്ടേഴ്സ് ബ്ലഡ് ടു റിമൂവ് വേസ്റ്റ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് യൂറിൻ. അതായത് യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുക, അതേപോലെ തന്നെ നമ്മളെ ബോഡിക്കകത്തുള്ള അല്ലെങ്കിൽ നമ്മളെ ബ്ലഡിനകത്തുള്ള വേസ്റ്റ് റിമൂവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ബോഡി പാർട്ട് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ബോഡി ഓർഗൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് കിഡ്നിയാണ്. നമ്മളെ കിഡ്നിയാണ് നമ്മൾ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നതും അതുപോലെ തന്നെ യൂറിൻ ഫോം ചെയ്യുന്നതൊക്കെ നമ്മൾ കിഡ്നിയാണ് കേട്ടോ. ലങ്സ് നമ്മളുടെ റെസ്പിറേറ്ററി ഓർഗനാണ്. നമ്മളെ റെസ്പിറേഷൻ, നമ്മൾ ഓക്സിജൻ ഇൻടേക്ക് ചെയ്യാനും കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മളെ ബോഡിയിൽ എനർജി ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ലങ്സിൻ്റെ ആ ഒരു ബ്രീത്തിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നതുകൊണ്ടാണ്. ഇനി ലിവർ എന്ന് പറയുന്നത് ടോക്സിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് അല്ല, നമ്മുടെ ബോഡിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനൊക്കെ ഡീടോക്സിഫിക്കേഷൻ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ലിവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യൂറിയ ഫോർമേഷൻ നടക്കുന്നത് എന്താണ്, നമ്മൾ ലിവർ എന്ന് പറയുന്ന പാർട്ടിലാണ്. സ്റ്റൊമക്കിൻ്റെ മെയിൻ ഫംഗ്ഷൻ ഡൈജഷനാണ്. സ്റ്റൊമക്ക് ഡൈജഷനാണ്. അതുപോലെ തന്നെ നമ്മൾ ലിവർ പറയുകയാണെങ്കിൽ നമ്മൾ ലിവറിൻ്റെ ഡീടോക്സിഫിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ. നമുക്ക് എന്തെങ്കിലും വിഷങ്ങൾ നമ്മുടെ ബോഡിക്കകത്തുണ്ടെങ്കിൽ അതിനെ ഡീടോക്സിഫൈ ചെയ്യുന്നത് നമ്മൾ ലിവറാണ്. ഇനി ലങ്സ് എന്താണ്, ലങ്സിൻ്റെ വർക്കിംഗ് എല്ലാം വരുന്നത് റെസ്പിറേഷനാണ് അല്ലെങ്കിൽ ബ്രീത്തിങ്ങിലാണ് വരുന്നത് അല്ലേ. ബ്രീത്തിങ്ങിൽ എയ്ഡ് ചെയ്യുന്ന ഒരു ഓർഗനാണ് എന്താ, ലങ്സ് എന്ന് പറയുന്നത്. സോ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ഈസിലി പറയാൻ പറ്റും കിഡ്നിയാണ് നമ്മളെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നതും നമ്മൾ യൂറിൻ ഫോം ചെയ്യുന്നതൊക്കെ കിഡ്നിയാണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, വിച്ച് ടൈപ്പ് ഓഫ് ഫ്യൂവൽ ഈസ് ഫോംഡ് ഫ്രം ദ റിമെയിൻസ് ഓഫ് ഡെഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഓവർ മില്യൻസ് ഓഫ് ഇയേഴ്സ്. അതായത് നമ്മളെ ഏർത്തിൽ ഒരുപാട് ആൾക്കാർ, നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് ഡെഡ് ആവും, ഒരുപാട് ആനിമൽസ് ഡെഡ് ആവും. ഇതെല്ലാം നമ്മൾ ഏർത്തിൻ്റെ ക്രസ്റ്റിൽ പിന്നെ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല.
ഒരുപാട് ഇയർ ഓവർ ദ മില്യൺ ഓഫ് ഇയേഴ്സ് ഒരുപാട് സോയിൽ അതിന് മുകളിൽ വന്ന് അതെന്ത് ചെയ്യും, താഴേക്ക് പോകും അല്ലേ. അത് താഴേക്ക് സെഡിമെൻ്റ് ചെയ്ത് പോകും. ഈ സെഡിമെൻ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് എർത്തിൻ്റെ ക്രസ്റ്റിൻ്റെ അകത്ത് അല്ലെങ്കിൽ എർത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത്, കോറിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഹോട്ടറാണ് കണ്ടീഷൻ. അതുപോലെ തന്നെ ഒരുപാട് പ്രഷർ എന്ത് ചെയ്യുന്നുണ്ട്, സോയിലിന് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ സോയിലിൻ്റെ അകത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡെഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് കാലം കിടന്ന് ഒരു ഓവർ ദ മില്യൺ ഓഫ് ഇയേഴ്സ് നിന്നിട്ട് അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോസസ്സുകൾ നടന്നിട്ട് അവിടെ എന്ത് ചെയ്യും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്യൂവൽസ് ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ ക്രൂഡ് ഓയിൽ ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്യുന്നതും റിഫൈൻ ചെയ്തെടുത്ത് പെട്രോൾ ഡീസലൊക്കെ ആക്കി മാറ്റുന്നതും. ഇങ്ങനെയുള്ള ഡെഡായിട്ടുള്ള ഓവർ ദ മില്യൺസ് ഓഫ് ഇയേഴ്സ് മുന്നേ മരിച്ചു പോയിട്ടുള്ള ഡെഡായിട്ടുള്ള പ്ലാന്റ്സിനെയും അതുപോലെ തന്നെ ആനിമൽസിൻ്റെയും ഒക്കെ റെമിനൻസ് ആണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് പെട്രോളായിട്ടും ഡീസലായിട്ടൊക്കെ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പം എർത്തിൻ്റെ അകത്തുള്ള ഡിഫറെൻറ്റ് പ്രോസസ്സുകൾ നടന്നിട്ടാണ്. സോ അതിനെയാണ് നമ്മൾ ഫോസിൽ ഫ്യൂവൽസ് എന്ന് വിളിക്കുക. അതായത് മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഫ്യൂവൽസ് ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഫ്യൂവൽസ് ആണ്, റൈറ്റ്, അല്ലെങ്കിൽ ഫ്യൂവൽസ് ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റൻസ് ആണ് അവർ. അതുകൊണ്ടാണ് അവരെ ഫോസിൽ ഫ്യൂവൽസ് എന്ന് വിളിക്കുന്നത്. സോ ഫോസിൽ ഫ്യൂവൽസ് ആണ് എന്താ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. റിന്യൂവബിൾ ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും ഫ്യൂവൽ ഉണ്ടാക്കാൻ പറ്റുമോ, ഇല്ല. നമുക്ക് വീണ്ടും നമ്മൾ ഒരിക്കൽ എടുത്തിട്ടുണ്ടെങ്കിൽ റിഫൈൻ ചെയ്ത് പെട്രോൾ ഒരിക്കൽ ബേൺ ചെയ്താൽ വീണ്ടും നമുക്ക് പെട്രോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ, ഇല്ല. നമുക്ക് വീണ്ടും റിഫൈൻ ചെയ്തെടുക്കണം, എന്നാലേ നമുക്ക് പെട്രോൾ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ബയോ ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ ലിവിങ് ബീങ്സിൽ നിന്ന് ഉണ്ടാക്കുന്ന ഫ്യൂവൽസിനെയാണ് നമ്മൾ ബയോ ഫ്യൂവൽസ് എന്ന് പറയുക. ലൈക്ക് നമ്മളെ കൗഡങ്ങൊക്കെ നമ്മൾ ഉണക്കിയിട്ട് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മളെ നോർത്തേൺ ഇന്ത്യൻ സ്റ്റേറ്റിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റിലൊക്കെ യൂസ് ചെയ്യും. കുക്കിങ്ങിന് വേണ്ടിയിട്ടും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ കൗഡങ്ങിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്, കൗഡങ്ങ് ഉണക്കിയെടുത്തിട്ട് കേട്ടോ. ഇനി ഇലക്ട്രിക് ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയാണ്, അതൊന്നല്ല. നമ്മൾ ഓവർ ദ മില്യൺസ് ഓഫ് ഇയേഴ്സ് ഡെഡ് റിമനൻസ് കിടന്നിട്ടുണ്ടാവുന്നതിന് ഫോസിൽ ഫ്യൂവൽസ് എന്നാണ് വിളിക്കുക. സോ ഓപ്ഷൻ എ ആണ് നമ്മൾ റൈറ്റ് ആൻസർ. ഫോസിൽ ഫ്യൂവൽസിന് എക്സാമ്പിളാണ് നമ്മളുടെ പെട്രോൾ, അതുപോലെ തന്നെ നമ്മളുടെ ഡീസൽ, കോൾ, കൽക്കരി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫോസിൽ ഫ്യൂവൽസിന് എക്സാമ്പിളാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക്, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് പ്ലാനറ്റ് ഇൻ അവർ സോളാർ സിസ്റ്റം? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. ഈ ക്വസ്റ്റ്യന് ആൻസർ കറക്റ്റ് ആയിട്ടുള്ളത് എ ആയിട്ടുള്ള എർത്ത് ആണോ, ബി ആയിട്ടുള്ള ജൂപ്പിറ്റർ ആണോ, സി ആയിട്ടുള്ള സാറ്റർൺ ആണോ, ഡി ആയിട്ടുള്ള മാസ് ആണോ, നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പം ഇത് ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ എന്ത് ചെയ്യുന്നത്, എംസാറ്റ്, STSC പോലെയുള്ള എക്സാംസിന് വരുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള. മറ്റൊരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.